നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മീൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മീൻ വറുത്ത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം അതൊക്കെ തന്നെയാണ്. എന്നാലും കുഞ്ഞുങ്ങൾക്ക് മീൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചിട്ടും ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല മീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനി മത്തിയാണ്. അതുപോലെ തന്നെ മറ്റ് ചെറുമീനുകളിൽ പറയാവുന്നത് കൊഴുവ, അതുപോലെ തന്നെ നന്ദൻ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഇത് കുഞ്ഞുങ്ങൾക്ക് ഡെയിലി കൊടുക്കാം. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മീൻ ഇഷ്ടമല്ല, മീൻ കഴിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മീനെണ്ണ ഗുളികകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ കടൽ മത്സ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതും ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ കടൽ മത്സ്യങ്ങളിലായിക്കോട്ടെ, അതുപോലെ തന്നെ ചെറുമീനുകളിലായിക്കോട്ടെ, അതുപോലെ മത്തിയിലായിക്കോട്ടെ ധാരാളം ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ആസിഡും ഉണ്ട്. ഇത് നമ്മുടെ കുഞ്ഞിന്റെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും വികാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും എല്ലാം ഒത്തിരി നല്ലത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള മീനുകൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിലൊക്കെ ചെറിയ ചെറിയ മുള്ളുകൾ കാണും അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ കൊള്ളാനായിട്ടും അതുപോലെ തന്നെ വായിലൊക്കെ കുത്തിക്കൊള്ളാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം മുള്ളുകളൊന്നും ഇല്ലാണ്ട് മുള്ളുകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞിന് കൊടുക്കുക. ഇനി പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയൊക്കെ വറുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് അത് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒമേഗ 3 വറുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ കുഞ്ഞിനത് കൊടുക്കുന്നത് കൊണ്ടിട്ട് കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള യൂസും ഇല്ല, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഒന്നും നല്ല രീതിയിൽ സ്വാധീനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മീൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വറുക്കാതെ വെച്ച് നന്നായി വേവിച്ചതിന് ശേഷം മുള്ളെല്ലാം നീക്കിയിട്ട് കുഞ്ഞിന് കൊടുക്കുക തന്നെ വേണം കേട്ടോ. അങ്ങനെ കൊടുത്താൽ മാത്രമാണ് ഫാറ്റി ആസിഡും ഒമേഗ 3 ഒക്കെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിലും എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വളരെ ചെറിയൊരു ഇൻഫർമേഷനാണ്, ചിലർക്കൊക്കെ അറിയാവുന്ന ഇൻഫർമേഷൻ ആണെങ്കിലും അറിയാത്തവരായിട്ടുള്ള അമ്മമാരും ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ എന്തായാലും ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.